ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 യുവതികൾ ഉൾപ്പെടെയുള്ള ഇതിലെ ഈ കിൻപിൻ ഉൾപ്പെടെയുള്ള ഇവരെ ആസൂത്രകർ മുഴുവനും ഒളിവിലാണ്. അവർ അവിടെ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ച് ഹൈക്കോടതിയിൽ സമീപിച്ചു. ആ ഹൈക്കോടതിയിൽ സമീപിച്ച ഹർജി അവർക്ക് പരിഗണിക്കവേ അത് അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് പോയി. ഈ ഒരു അവസരത്തിൽ ഇനി കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. കേൾക്കാം പറയൂ. ഇനി ഇവരുടെ മുമ്പിലുള്ളത് ഒരുപക്ഷെ സറണ്ടർ ചെയ്യുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അനുവദിക്കുന്നില്ല എന്ന അവസ്ഥ വരുമ്പോൾ ഇനി സറണ്ടർ ചെയ്യുക എന്ന ഒരു പ്രതിവിധി മാത്രമാണ് ഇവരുടെ മുമ്പിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു ആർജവം അവർ കാണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവര് പറയുന്ന മുന്നോട്ട് വെക്കുന്ന കാര്യകാരണ സഹിതങ്ങൾ, ഉദാഹരണത്തിന് ടാക്സ് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഉപയോഗിച്ചു, അതിന് ഞങ്ങൾ കരുക്കളായി എന്നൊക്കെയുള്ള ഈ യുവതികൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ച് പറഞ്ഞ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ മുഖേന ഈ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അവിടെ അവർക്കൊരു അക്കോമഡേഷൻ കിട്ടാൻ, അവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വഴികൾ അടഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർക്ക് വേണമെങ്കിൽ അവിടെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം അന്വേഷണവുമായി സഹകരിച്ച് ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ സറണ്ടർ ചെയ്യാൻ ഇവർ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയാണ്, സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മുമ്പാകെ ഈ യുവതികൾ സറണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെ തെളിവെടുപ്പും മറ്റ് രേഖകളും മറ്റും പരിശോധിച്ച് സീഷേഴ്സ് കണ്ടെത്താനുള്ള രേഖകളെല്ലാം പോലീസ് എടുത്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനാണ് സാധ്യത. ആ ഒരു രീതിയിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ കൺസേൺഡ് ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലെ പുതിയ റെഗുലർ ഹർജി സമർപ്പിച്ചുകൊണ്ട് റിമാൻഡ് കാലയളവിനുള്ളിൽ അവർക്ക് ഒരു ജാമ്യം നേടാൻ ശ്രമിക്കാം. അത് തള്ളുന്ന ഒരു അവസരം വരികയാണെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്താം. പക്ഷെ അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അവസ്ഥ വരികയാണെങ്കിൽ കുറഞ്ഞ ഒരു കാലത്തേക്കെങ്കിലും ജയിൽവാസം ഫേസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.